ഈ ലോകത്ത് അപകടം നിറഞ്ഞ ഒരുപാട് ദ്വീപുകളുണ്ട്. അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ദ്വീപുകളുടെ പട്ടികയിൽ രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഒരു ദ്വീപ്. 60,000 വർഷം പഴക്കമുള്ള പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഗോത്രവർഗത്തിന്റെ അധീനതയിൽ ഉള്ള ഒരു ദ്വീപ്. ഈ ദ്വീപ് സന്ദർശിക്കാൻ പോയ ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണ പരിധിയിൽ വരുന്ന നോർത്ത് സെന്റിനൽ ഐലാൻഡിനെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. ഇത്രയൊക്കെ അപകടം നിറഞ്ഞതും കടുത്ത നിയന്ത്രണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ദ്വീപിലേക്ക് സുരക്ഷാ സേനയുടെ കണ്ണ് വെട്ടിച്ച് ഒരു അമേരിക്കൻ യൂട്യൂബർ എത്തപ്പെടുകയാണ്. ഇത്രയേറെ അപകടം നിറഞ്ഞ ആ ദ്വീപിൽ അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ പോകരുതെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ ദ്വീപ് പ്രദേശം. ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ പോകരുതെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയതിനുള്ള കാരണം രണ്ടാണ്. അതിൽ ഒന്ന് ഇവിടെ വസിക്കുന്ന ഗോത്രവർഗക്കാരുടെ ആക്രമണ സ്വഭാവമാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ 60,000 വർഷത്തോളമായി പുറം ലോകവുമായി യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ഗോത്രവർഗക്കാരാണ് ഈ ഒരു ദ്വീപിൽ ജീവിക്കുന്നത്. ഇതൊക്കെ കൊണ്ടുതന്നെ നമ്മൾ ആ ദ്വീപിലേക്ക് ചെല്ലുകയാണെങ്കിൽ തങ്ങളെ ആക്രമിക്കാൻ ചെല്ലുകയാണെന്ന് കരുതി അവർ നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയേക്കാം. പിന്നീടുള്ള മറ്റൊരു കാരണം ഗോത്രവർഗ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംരക്ഷണത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു ദ്വീപിലേക്കാണ് മിഖെയിലോ വിക്ടോ പൊളിയോകോവ് എന്ന 24 വയസ്സുകാരൻ മാർച്ച് 29 അവിടേക്ക് പോവാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെ അയാൾ ഒരു ചെറിയ ബോട്ട് കണ്ടെത്തി സുരക്ഷാ സേനയുടെയും മറ്റും കണ്ണ് വെട്ടിച്ച് ആ ഒരു ദ്വീപിലേക്ക് എത്തപ്പെടുകയാണ്. ദ്വീപിലേക്ക് കടന്നുകയറുന്നവരെ സാധാരണയായി ദ്വീപ് നിവാസികൾ അമ്പും വില്ലും കൊണ്ട് ആക്രമിക്കാറാണ് പതിവ്. എന്നാൽ മിഖെയിലോ ദ്വീപിനുള്ളിലേക്ക് പോയിട്ടും ആരെയും അവിടെ കാണാൻ സാധിച്ചില്ല. ഇതിനോടകം തന്നെ മിഖെയിലോ തന്റെ ക്യാമറയിൽ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ തുടങ്ങി. തുടർന്ന് ദ്വീപിനുള്ളിൽ ആരെയും കാണാത്ത സാഹചര്യത്തിൽ മിഖെയിലോ തിരികെ തീരത്തേക്ക് എത്തുകയും തന്റെ ബോട്ടിൽ കയറി തിരികെ പോകുവാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഒരു ലോക്കൽ ഫിഷർമാൻ മിഖെയിലിനെ കാണുകയാണ്. അയാൾ അത്ഭുതത്തോടെ മിഖെയിലിനെ വീക്ഷിക്കുകയാണ്. കാരണം ഇത്രയേറെ അപകടം നിറഞ്ഞ ദ്വീപിലേക്ക് എന്തിനാണ് അവൻ പോയത് എന്ന സംശയം കൊണ്ടാണ്. ഉടൻ തന്നെ ഫിഷർമാൻ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അങ്ങനെ മിഖേലയെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും മിഖേലയുടെ ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്ന് ഒരു അപകടവും കൂടാതെ തിരിച്ചുവരാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ മറ്റൊരു സംഭവം 2016 സംഭവിച്ചിട്ടുണ്ട്. ഈ ദ്വീപിലേക്ക് എത്തപ്പെട്ട ജോൺ അലൻ എന്ന വ്യക്തി ഇവിടെ വച്ച് ദ്വീപിലെ ഗോത്രവർഗക്കാർ കൊലപ്പെടുത്തിയിരുന്നു.